ഇറാന്റെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത് അവിശ്വസനീയമായ വാർത്തകളാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി അവരോധിക്കപ്പെട്ട മുജ്തബ ഖമേനി അതീവ ഗുരുതരാവസ്ഥയിൽ കോമയിലാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും ഒരു കാല് നഷ്ടപ്പെട്ടുവെന്നും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു സൈനിക ആശുപത്രിയിൽ അതീവ രഹസ്യമായിട്ടാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. വധശ്രമത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടുവെന്ന് ഇറാൻ അധികൃതർ അവകാശപ്പെടുമ്പോഴും പുറത്തുവരുന്ന വിവരങ്ങൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. അധികാര കൈമാറ്റവും ഇനി എന്ത് എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഒരു പക്ഷേ ഇറാനെ വലിയൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയായിരിക്കാം. ഫെബ്രുവരി 28-ന് നടന്ന ആക്രമണത്തിലാണ് മുജ്തബയ്ക്ക് പരിക്കേറ്റതെന്നാണ് ലഭിക്കുന്ന സൂചന. ഖമേനിയുടെ കൊട്ടാരത്തിന് നേരെ നടന്ന മിസൈൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സ്ഫോടനത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റത്. ആ രാത്രിയിൽ നടന്ന സംഭവങ്ങളുടെ ചോർന്ന ഓഡിയോ ക്ലിപ്പുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്ത കൊടുത്തിരുന്നു. ഇപ്പോൾ ആ ക്ലിപ്പുകളിൽ കേട്ടതുപോലെ അന്നത്തെ രാത്രിയിലെ പരിഭ്രാന്തിയും പലായനവും വെറുതെയല്ലായിരുന്നു എന്ന് പുതിയ റിപ്പോർട്ടുകൾ അടിവരയിടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും റഷ്യൻ ഡോക്ടർമാരുടെ ഒരു സംഘം ആ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്ന വാർത്തകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. തലച്ചോറിനേറ്റ ക്ഷതവും രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനവുമാണ് അദ്ദേഹത്തെ കോമയിലേക്ക് നയിച്ചതെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത്. ഒരു കാല് മുറിച്ചു മാറ്റേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ ശാരീരിക ക്ഷമതയെയും ഭാവിയെയും എങ്ങനെ ബാധിക്കുമെന്നത് ഇറാൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് ഇറാന്റെ പരമോന്നത നേതാവ് എന്ന നിലയിൽ മുജ്തബയുടെ അസാന്നിധ്യം IRGC കമാൻഡർമാർക്കിടയിൽ വലിയൊരു തർക്കങ്ങൾക്ക് തന്നെ വഴിവെച്ചിട്ടുണ്ട്. പിൻഗാമിയായി ആര് വരണമെന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ പടലപ്പിടക്കങ്ങൾ തുടങ്ങിയതായും സൂചനയുണ്ട്. മുജ്തബ കോമയിലാണെന്ന വാർത്ത പറഞ്ഞാൽ അത് രാജ്യത്ത് വലിയ ആഭ്യന്തര കലാപത്തിന് കാരണമായേക്കുമെന്ന് ഭയന്ന് വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. എന്നാൽ വിദേശ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഉപഗ്രഹ ദൃശ്യങ്ങളും ആശുപത്രിക്ക് ചുറ്റുമുള്ള അസാധാരണമായ സുരക്ഷാ സംവിധാനങ്ങളും ഈ വാർത്തകൾക്ക് ബലം നൽകുകയാണ്. മുറിവേറ്റ സിംഹത്തെ പോലെ മുസ്തഫ വീണ്ടും വരുമോ, അതോ ഇറാന്റെ ചരിത്രത്തിൽ പുതിയൊരു അധികാര മാറ്റത്തിന് ഈ സംഭവം വഴിയൊരുക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ചുരുക്കത്തിൽ മുജ്തബ ഖമേനിയുടെ ആരോഗ്യനില ഇപ്പോൾ വെറുമൊരു മെഡിക്കൽ വിഷയം മാത്രമല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്. ഒരു പരമോന്നത നേതാവ് കോമയിൽ കഴിയുമ്പോഴുണ്ടാകുന്ന ഭരണഘടനാ പ്രതിസന്ധി ഇറാനെ തകർക്കാൻ ഒരു പക്ഷേ സാധ്യതയുണ്ട്. ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദ് ഇറാനിലെ അധികാര കേന്ദ്രങ്ങളിൽ എത്രത്തോളം ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മുജ്തബയുടെ മടങ്ങിവരവ് അസാധ്യമാണെന്ന് റിപ്പോർട്ടുകൾ ഉറപ്പിച്ചു പറയുമ്പോൾ ഇറാൻ ഭരണകൂടം വലിയൊരു വെല്ലുവിളിയെ കൂടിയാണ് നേരിടുന്നത്. ഇറാന്റെ അധികാര കൈമാറ്റം രക്തരൂക്ഷിതമായ ഒരു വഴിത്തിരിവിലേക്ക് ഒരു പക്ഷേ നീങ്ങുകയായിരിക്കാം. മുജ്തബ ഖമേനി കോമയിലാണെന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടാൽ അത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘാതമായി മാറും. ശത്രുവിന്റെ മിസൈലുകൾ ലക്ഷ്യം കണ്ടുവെന്നും ഇറാന്റെ പുതിയ നേതാവ് പതറുന്നുവെന്നുമുള്ള യാഥാർത്ഥ്യം ഭരണകൂടത്തിന് എത്ര കാലം മറച്ചുപിടിക്കാൻ കഴിയും? പശ്ചിമേഷ്യ കത്തുകയാണ്. ആ കനലിൽ ഇറാന്റെ ഭാവി നിർണ്ണയിക്കുന്നത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ മുറിയിലെ ജീവരക്ഷാ ഉപകരണങ്ങളായിരിക്കാം.